പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെബ്രോണിക്സ് എന്ന കമ്പനിയുടെ 925 സീരീസ് കാറ്ററിംഗ് അൺബോക്സ് ചെയ്ത് എങ്ങനെ പ്രിന്ററിൽ ഇൻസേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് സെബ്രോണിക്കിന്റെ 925 കാറ്ററിംഗ് വരുന്നത്. ബോക്സ് എല്ലാം നല്ല ക്വാളിറ്റി ബോക്സിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഏരിയയാണ് ഈ കാണുന്നത്. എങ്ങനെ ഇത് അൺബോക്സ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത് റീഡ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ കാറ്ററിംഗിൽ എത്ര പേജസ് കിട്ടും എന്നുള്ളതും ചെറിയൊരു സ്പെക്ക് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 1600 പേജാണ് കമ്പനി ഇതിന് പറയുന്നത്. അതേപോലെ ഹൈ ക്വാളിറ്റി ടോണർ പൗഡർ പാടാണ് വരുന്നത്. നമുക്ക് ആദ്യം ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാറ്ററിംഗ് നല്ലൊരു ഗുഡ് ക്വാളിറ്റി കവറിൽ പാക്ക്ഡ് ആയിട്ട് കാണാൻ സാധിക്കും. തെർമൽ കോപ്പീസിലെല്ലാം ഡാമേജ് വരാത്ത രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു QR കോഡിൻ്റെ ഒരു പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓഫർ കാര്യങ്ങളുടെ ഒന്നും അല്ല, അത് നമ്മളെ യൂസർ മാനുവൽ വരുന്നതാണ്. നിങ്ങൾക്കത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായി നിങ്ങൾക്ക് യൂസർ മാനുവൽ റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. കാലം മാറി നമുക്ക് പണ്ടൊക്കെ ഒരു ബുക്ക് ടൈപ്പ് ആയിരുന്നു യൂസർ മാനുവലെല്ലാം വരുന്നത്. ഇപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത നേരെ സൈറ്റിൽ കയറിയിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് കാറ്ററിംഗിൻ്റെ വരുന്നത്. കാറ്ററിംഗ് നല്ലൊരു ക്വാളിറ്റി കവറിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാക്ക് ഓപ്പൺ ചെയ്യാം. പാക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാറ്ററിംഗ് കാണുന്നത്. കണ്ടില്ലേ? ഒരു കൈ കൊണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. ഇതാണ് നമ്മൾ കാറ്ററിംഗ്. ഇതിൽ ആദ്യം ചെയ്യാനുള്ളത് ഈ ഓറഞ്ച് കാണുന്ന സാധനങ്ങളെല്ലാം, പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളെല്ലാം ഒഴിവാക്കണം. രണ്ട് സൈഡിലും ഓറഞ്ചിൻ്റെ ഒരു ചെറിയൊരു പീസുകൾ കാണാൻ സാധിക്കും, പ്ലാസ്റ്റിക് പീസുകൾ. ആദ്യം അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും നമ്മൾ പ്രിൻ്ററിലോട്ട് ഇൻസേർട്ട് ചെയ്യരുത്. ഞാൻ ഓരോന്നായിട്ട് റിമൂവ് ചെയ്യുന്നു. ഈ സൈഡിലുമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് വലിച്ചെടുക്കാനുള്ളതാണ്. ഓക്കെ, അത് പൊട്ടാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ബ്ലാങ്ക് പേജാണ് വരുന്നത്. ഞാൻ പതുക്കെ വലിച്ചെടുക്കുന്നു. ഏകദേശം വലിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത് വലിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ആ ഓറഞ്ച് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാറ്ററിംഗ് വരുന്നത്. നല്ല ക്വാളിറ്റി ഡ്രമ്മും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി നേരെ നമ്മൾ പ്രിൻ്ററിൻ്റെ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. കനോണിൻ്റെ MF 3010 പ്രിൻ്ററിലാണ് നമ്മൾ ഈ കാറ്ററിംഗ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാറ്ററിംഗിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കാറ്ററിംഗ് അതിലേക്ക് ജസ്റ്റ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താണ്ട് പ്രസ് ചെയ്യണം. അതിനുശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. കുറച്ച് നേരത്തെ ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. പുതിയ കാറ്ററിംഗ് ഇടുമ്പോൾ ചില സമയത്ത് അങ്ങനെയാണ് പ്രിൻ്റർ, കുറച്ച് നേരത്തെ ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് പ്രിൻ്ററിൻ്റെ ഇൻഫർമേഷനാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നല്ല ബോക്സിൽ എഴുതിയതുപോലെ തന്നെയാണ്, നല്ല ക്വാളിറ്റി തന്നെയാണ് പ്രിൻ്റ് ഔട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.